ഭഗവത് കേസരി ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഫാർ 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 ബെറ്റർ. ബാലയ കാര്യവും ഐ റിയലി റെസ്പെക്ട് യു. ഭഗവത് കേസരി അതുപോലെ എടുത്ത് വച്ചിരുന്നെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് അതിനിടയ്ക്ക് പൊടിപ്പും തൊങ്ങലും അണ്ണന്റെ രാഷ്ട്രീയവും കുത്തിക്കയറ്റിയിട്ട് കരിഞ്ഞ കേസരിയാക്കി മാറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സിനിമ അവസാന സിനിമയായിട്ട് ഇറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ലിയോ പോലത്തെ അല്ലെങ്കിൽ മെർസൽ പോലത്തെ ഒരു സിനിമ ആയിരുന്നെങ്കിൽ അവസാന സിനിമ വളരെ എൻജോയ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് പോയായിരുന്നു. ഇതിപ്പോ നിങ്ങളൊരു ഡൈഹാർഡ് ഫാൻ ആണ്, വിജയ് എന്ത് അപരാധം കാണിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്, ഒരുപാട് സീനുകളുണ്ട്, ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസിന് പല സമയത്തും പല സീനുകളിലും ഇതെന്ത് തേങ്ങയോടെ നടക്കുന്നതെന്ന് തോന്നിപ്പോകും. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഞാനിരുന്ന തിയേറ്റർ തുടക്കത്തിൽ നല്ല വൈബായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇന്റർവൽ ബ്ലോക്കിലൊക്കെ നല്ല കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. പക്ഷെ അവസാനം എത്തിയപ്പം തീർന്ന എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും ഇറങ്ങിപ്പോയത്. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നിന്നിട്ട് താഴേക്ക് വന്ന് മൊത്തം ഗ്രാഫ് ഡൗൺ ആയി പോയപ്പെടാം. ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, അത്യാവശ്യം നല്ല കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു, നല്ല കുറെ എലിവേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഭഗവത് കേസരിയുടെ ഏകദേശം ഒരു 90% ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പം എന്റെ പൊന്നണ്ണ സെക്കൻഡ് ഹാഫ് ശരിക്കും കയ്യിൽ നിന്ന് പോയി. എന്ത് തേങ്ങയൊക്കെയാണ് അതിൽ കാണിച്ചു വെച്ചേക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്? സയൻസ് ഫിക്ഷൻ ആണോ, പൊളിറ്റിക്കലാണോ, ഡ്രാമയാണോ, ത്രില്ലറാണോ, ഒന്നും മനസ്സിലാക്കാത്തൊരു പടം. ഒരു ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കുത്തിക്കിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വന്നതുപോലെ ആ ഒരു ഭഗവത് കേസരിയുടെ അതേ മോഡിൽ പോയിരുന്നെങ്കിൽ പോലും ഇത്രയും പ്രശ്നം ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കുത്തിക്കയറ്റി, ആവശ്യമില്ലാത്ത കുറെ പൊളിറ്റിക്സ് കുത്തിക്കയറ്റി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ ഇലക്ഷന് മുന്നെയാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതാണ് ലാസ്റ്റ് സിനിമ ആവൂലായിരുന്നു. കാരണം ഉറപ്പായിട്ടാണ് ഇലക്ഷൻ പൊട്ടിയതിന്. കാരണം ഇതിൽ മൊത്തം തമിഴ്നാട്ടിലെ ജനങ്ങളെ പൊട്ടന്മാരായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ആര് വന്ന് എന്ത് പറഞ്ഞാലും അത് വിശ്വസിച്ച് ഉടനെ തോക്കും കത്തിയും വാളും കൊടുത്ത് മറ്റുള്ളവരെ കൊല്ലാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും നടക്കുന്ന ആൾക്കാരായിട്ടാണ് തമിഴ്നാട്ടിലെ ആൾക്കാരെ കാണിച്ചേക്കുന്നത്. ഒരു ബുദ്ധി ഇല്ലാത്ത, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന, ആരെന്ത് പറഞ്ഞാലും ചെയ്യുന്ന, അണ്ണന് മാത്രം രക്ഷിക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരായിട്ടാണ് തമിഴ്നാട്ടുകാരെ കാണിച്ചേക്കുന്നത്. ഇതില് കൈവിട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ സിനിമ മൊത്തത്തിൽ കൈവിട്ട് പോയി. ലാസ്റ്റ് നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള എനിക്ക് മനസ്സിലാവും, കുറെ സൈഫൈ സാധനങ്ങളൊക്കെ ഉണ്ട്, റോബോട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിപ്പോ ശരിക്കും ഡൗട്ട് ഉണ്ട്, ഈ സിനിമ എച്ച് വിനോദ് തന്നെയാണോ ഡയറക്ട് ചെയ്തതെന്ന്. തീരെ പോലത്തെ ഒരു സിനിമ എടുത്ത ഒരാളിൽ നിന്ന് ഇങ്ങനൊരു സിനിമ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒന്നുമില്ലാത്തൊരു പടം ഒരു വലിയ സിനിമയാണെന്ന് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ അണ്ണൻ പൊളിറ്റിക്കലി ഇറങ്ങാൻ പോവാണ്, അണ്ണൻ പൊളിറ്റിക്സിലേക്ക് വന്ന് കുറെ സാധനങ്ങൾ ചെയ്യാൻ പോവാണെന്ന് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ. അണ്ണൻ രക്ഷകനാണ്, തമിഴ്നാട്ടുകാരുടെ രക്ഷകനാണ്, തമിഴ്നാട്ടുകാരെ രക്ഷിക്കാൻ അണ്ണന് മാത്രമേ പറ്റുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അവിയലാക്കിയിട്ട് സെക്കൻഡ് ഹാഫ് ആയിട്ട് ഇങ്ങെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് കുറെ എണ്ണം എന്നെ വിജയ് ഹേറ്ററും സൂര്യ ഫാനും രജനി ഫാനും ഒക്കെ ആക്കും. ഞാൻ വിജയ് ഹേറ്റർ ഒന്നുമല്ല, വിജയുടെ ഒരുപാട് സിനിമകൾ തിയേറ്ററിലും അല്ലാതെയും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ കൊള്ളില്ലാത്തത് കൊള്ളില്ല എന്ന് തന്നെ പറയും. ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ച് എൻജോയ് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് ആ ഫസ്റ്റ് ഹാഫിലെ സാധനങ്ങൾ മൊത്തം പോയി. കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്, ഈ ജാതി മതം തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ. ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് എന്തൊക്കെയാണ് കാണിച്ചേക്കുന്നത്? ഇലക്ഷന് ജയിക്കണം, കുറെ വോട്ട് പിടിക്കണമെന്ന് പറഞ്ഞ് എന്ത് തേങ്ങയൊക്കെയാണ് കാണിച്ചേക്കണേ? അവസാന സിനിമയാണ്, ഈ സിനിമയോടുകൂടി കരിയർ അവസാനിപ്പിക്കുന്നതൊക്കെ വിചാരിക്കുമ്പോൾ മെർസൽ പോലുള്ള, തെറി പോലുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലിയോ പോലുള്ളൊരു സിനിമ ആയിരിക്കും എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്, ഞാനും എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ കിട്ടിയത് വാരിസും ഗോട്ടും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു കംപ്ലീറ്റ് പീക്ക് അപരാധമായിരുന്നു. ഭഗവത് കേസരി ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഫാർ 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 ബെറ്റർ. ബാലയ കാര്യവും ഐ റിയലി റെസ്പെക്ട് യു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഇതിലും അടിപൊളിയായിട്ട് ഭഗവത് കേസരി ചെയ്തിട്ടുണ്ട്. അത് റീമേക്ക് ചെയ്തപ്പോൾ അണ്ണൻ കുറച്ചുകൂടെ നന്നാക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നശിപ്പിച്ചു. പിന്നെ അവസാനമാകുമ്പോൾ കുറെ ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ഇത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും. എന്തിനായിരുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനായിരുന്നു? ആരെ കാണിക്കാനായിരുന്നു? ഒരു ആവശ്യമില്ലാത്ത കുറെ സാധനം. പിന്നെ 2 സെക്കൻഡ് മാത്രം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അണ്ണന് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, പൊളിറ്റിക്സിൽ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ഡോക്യുമെന്ററി ചെയ്താൽ മതിയായിരുന്നു. ഇതുപോലത്തെ ഒരു പീക്ക് അപരാധം എടുത്ത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതായിരുന്നു. ഇതിന്റെ കമന്റ് ബോക്സിൽ കുറെ എണ്ണം വരും, വിജയ് അണ്ണന്റെ ലാസ്റ്റ് പടമാണ്, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, അണ്ണൻ കരിയർ അവസാനിപ്പിക്കുകയാണ്, അണ്ണനെ ബഹുമാനിക്കാൻ പഠിക്കുക, ഞാൻ വിജയ് ഹേറ്ററാണ്, ഞാൻ സൂര്യ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയുന്നത് ഞാൻ പറയും.